മരണം വീണുപോകുകയും പാതാളം നിശേഷം നശിക്കുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിക്കുള്ളിൽ ചിന്ന ഭിന്നമായി കിടക്കുന്ന സർവ്വജടങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുവാനായി തിരികെ വരികയും ചെയ്യുന്നു. സൃഷ്ടിശക്തിയുള്ള വചനത്താൽ സകലത്തിന്റെ സൃഷ്ടാവും നിർമ്മാതാവും എന്ന നിലയിൽ നീ അവയെ പുനഃസ്ഥാപിക്കുന്നു. നന്മയായിട്ടോ തിന്മയായിട്ടോ ഓരോരുത്തൻ ചെയ്തിട്ടുള്ളതിനെ കുറിച്ചെല്ലാം സമാധാനം ബോധിപ്പിക്കുവാൻ നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ സകല ഗോത്രങ്ങളും തലമുറകളും ഒന്നിച്ചുകൂടും. ഈ നിന്റെ ദാസനെ വലതുഭാഗത്ത് നിർത്തണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നതിനും ഇടയാക്കണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. മിശിഹായിൽ മരിച്ചോർ മരിച്ചൊരു നാളും രണ്ടാം പ്രതി രുചിച്ചിടില്ലെന്നും ഹല്ലേലൂയ ഹല്ലേലൂയ ഉപദേശിച്ചല്ലോ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ എതിർ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് വേണ്ടി തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിച്ചതായ ഈ ധൂപം നീ സ്വീകരിക്കണമേ. നമ്മുടെ ഇടയിലായിരിക്കുകയും നമ്മളൊത്ത് നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്ത ഈ പിതാവ് ഇപ്പോൾ തൻ്റെ ജീവിത സമ്മാനം വാങ്ങാൻ വേണ്ടി സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് വേർപാടിൻ്റെ വേദന അനുഭവിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മൾ
അവൻ്റെ സ്നേഹം അത് നമ്മിൽ ഉണ്ടാക്കുകയാണ്. സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും അനേകം നേതൃത്വ തന്ത്രികളാൽ നാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അത് താൽക്കാലികമായിട്ടെങ്കിലും മുറിഞ്ഞു പോകുന്നതിൻ്റെ വേദനയാണ് നമ്മുടെ ഹൃദയത്തിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. എങ്കിലും നമ്മെ ആശ്വസിപ്പിക്കാനുള്ളതായ വലിയ ഒരു കാര്യം കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടെ പറയുന്നത്, നിങ്ങൾ ഖേദിക്കേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളുടെ ഈ ദുഃഖവും വേർപാടുമെല്ലാം വെറും താൽക്കാലികം മാത്രമാണ്. ഈശോ തന്നെ തൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ അത് പറയുന്നു. തൻ്റെ പ്രിയ ശിഷ്യന്മാരെ വിട്ടുപിരിയേണ്ട സന്ദർഭം വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, എങ്കിലും അല്പസമയം കൂടി കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. അതേ വാഗ്ദാനം നമുക്കെല്ലാവർക്കും കർത്താവ് നൽകുന്നു. നാം എല്ലാവരും വീണ്ടും കണ്ടുമുട്ടേണ്ടവരാണ്. പ്രത്യേകിച്ച് ഈ ഭവനത്തിൽ പിതാവിൻ്റെ സഹധർമ്മിണിയും മക്കളും ബന്ധുക്കളും ആയിട്ടുള്ള എല്ലാവർക്കും അല്പമെങ്കിലും ആശ്വാസം പകരാൻ ഈ വിശ്വാസമാണ് നമ്മെ സഹായിക്കുന്നു എന്ന് ഓർക്കുന്നു. എങ്കിലും നമ്മിൽ നിന്ന് പൂർണ്ണമായി ആരും വേർപെട്ടു പോകുന്നില്ല. നമ്മൾ ഒരു വലിയ കുടുംബമായിട്ട്, വ്യക്തിയായിട്ട്, നമ്മുടെ വരും തലമുറയെ നമ്മൾ ഓർത്ത് നമ്മൾ ഒരു കുടുംബമായിട്ട്, ഒരു ശരീരമായിട്ട് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഐക്യത്തിലും ബന്ധത്തിലും ഒന്നായിരിക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. കമ്മിറ്റി അംഗമായി ഏകദേശം 8 വർഷക്കാലത്തോളം സേവനം ചെയ്ത വ്യക്തിയാണ്. അതിൽ 6 വർഷക്കാലം ഇടവകയുടെ ട്രസ്റ്റിയായി ഈ ഇടവകയ്ക്ക് വേണ്ടി ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്ത സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇടവകയുടെ അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി സെന്റ് ലൂയിസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ ട്രസ്റ്റി ഷാജി അയ്യപ്പനെ ഇപ്പോൾ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നതായിരിക്കും. ിൽ
നമസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി തീരണമേ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച